ഈ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുകയാണിപ്പോൾ. തെളിവെടുപ്പിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, നാട്ടുകാരുടെ പ്രതിഷേധം എന്തിനായിരുന്നു? ഈ തെളിവെടുപ്പ് എവിടെയാണ്? അനിത, പൂച്ചക്കാട് കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതി ഉളിയത്തടുക്ക് സ്വദേശി ഉബൈസ്, രണ്ടാം പ്രതിയും മന്ത്രവാദിനിയുമായ മാങ്ങാട് സ്വദേശി KH ഷമീന, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ എന്നിവരുമായാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. 596 പവൻ സ്വർണം ഈ പ്രതികൾ ഈ അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് പലപ്പോഴായി തട്ടിയെടുത്തിരുന്നു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മാത്രം സ്വർണമല്ല, ഈ മന്ത്രവാദത്തിൽ വിശ്വസിപ്പിച്ച് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് സ്വർണവും പണവും നേരത്തെ തട്ടിയെടുത്തു. ഇതുകൂടാതെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് സഹോദരന്മാരുടെ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളുടെ ഉൾപ്പെടെ സ്വർണം ഈ അബ്ദുൽ ഗഫൂർ ഹാജി മുഖേന ഈ പ്രതികൾ വാങ്ങിയെടുത്തു എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കഥ ഇങ്ങനെയാണ്. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ഭാര്യയ്ക്ക് അസുഖമുണ്ടായിരുന്നു. ഈ അസുഖം ഭേദപ്പെടുത്തി തരാം, അതിനെ ചികിത്സിക്കാം എന്ന വ്യാജേനയാണ് KH ഷമീന എന്ന മാങ്ങാട് സ്വദേശിനി മന്ത്രവാദിനി ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. തുടർന്ന് ഈ വീട്ടിലേക്ക് നിത്യസന്ദർശികയായി മാറി. ഇതിനുശേഷമാണ് പലപ്പോഴായി ഈ സ്വർണവും പണവും കൈക്കലാക്കുന്ന നടപടികളിലേക്ക് പ്രതികൾ കടന്നതെന്നാണ് മനസ്സിലാവുന്നത്. 2022 ഡിസംബറിലാണ് ആദ്യമായി ഈ കുടുംബവുമായി ഈ പ്രതികൾ ബന്ധപ്പെടുന്നത്. അതിനുശേഷം നിരവധി തവണ ഈ വീട്ടിലേക്ക് പ്രതികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴായി എത്തുന്ന സമയത്തൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഭാര്യയും മക്കളുമൊക്കെ ഇങ്ങനെ ഈ ചികിത്സയ്ക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു വൈദ്യനാണെന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർക്കും ഈ സംശയം, ഈ പ്രതികളെക്കുറിച്ചുള്ള സംശയം ബലപ്പെട്ടു. പക്ഷേ അബ്ദുൽ ഗഫൂർ ഹാജിയെ അപ്പോഴേക്കും ഇവർ സൗഹൃദം നടിച്ച് ഇവരുടെ വലയിലാക്കിയിരുന്നു. പ്രധാനമായും ഒന്നാം പ്രതി ഉവൈസും രണ്ടാം പ്രതി മന്ത്രവാദിനി KH ഷമീനയുമാണ് ഈ വീട്ടിലേക്ക് നിരന്തരമായി എത്തിയത്. അത് പലപ്പോഴായി എത്തിയിരുന്നു. ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ വീട്ടിലുള്ള ആളുകളുമായി ഒരു അകൽച്ച ഈ പ്രതികൾ കാണിച്ചിരുന്നു എന്ന് ഈ വീട്ടിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലാ ക്രൈം റെക്കോർഡ് DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഈ പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി. ഇന്ന് ഉച്ചയോടുകൂടി പ്രതികൾ 24 പവൻ സ്വർണം വിറ്റഴിച്ച കാസർഗോഡ് നഗരത്തിലെ അരമന ജ്വല്ലറിയിലും പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വളരെ ആസൂത്രണമായാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് പറയുന്നത്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്ന കാര്യവും അതുതന്നെയാണ്.